മണിയവരും പ്രേസ്കാരം. എൻ്റെ പേര് മഞ്ജു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മുടെ യേശുക്രിസ്തുവിനെ പോലത്തെ ഒരു ദൈവം ഇല്ല, ഈ ലോകത്തില്ല അല്ലേ. ഒരിക്കൽ പാപത്തിൻ്റെ പിടിയിലായിരുന്നവർ, പാപം കൊണ്ട് മരിച്ചവരായിരുന്നവർ ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ട് നമ്മളുടെ ദൈവത്തിൻ്റെ ഒപ്പം തന്നെ, യേശുക്രിസ്തുവിൻ്റെ ഒപ്പം തന്നെ ഹെവൻലി റിലംസിൽ നമ്മൾക്കൊരു സീറ്റ് തന്നിരിക്കുകയാണ് അല്ലേ. അങ്ങനെ ഒരു മനസ്സുള്ളവനാണ് നമ്മുടെ ദൈവം. ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞ റിലീജിയൻ അല്ല, പക്ഷേ ഒരു ജീവിതം, പുതിയ ജീവനാണ്, പുതിയ ജീവിതമാണ് അല്ലേ. അപ്പോൾ അത് മനസ്സിലാക്കാതെയാണ് പലരും സംസാരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യേശുക്രിസ്തു ഈ ലോകത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് യേശുക്രിസ്തു ന്യായപ്രമാണത്തിന്റെ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അല്ലെ. പക്ഷേ ന്യായപ്രമാണത്തിന്റെ ലിമിറ്റേഷനിലായിരുന്നെങ്കിൽ പോലും യേശു നമ്മളെ കാണിച്ചു തന്നത് അല്ലെ, ന്യൂ കവനന്റ് വരുമ്പോഴേക്കും, തന്റെ രക്തം കൊണ്ട് ദൈവം മുദ്രയിടാൻ പോകുന്ന ന്യൂ കവനന്റ് വരുമ്പോഴേക്കും എന്താണ് ദൈവം ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ന്യായപ്രമാണത്തിന്റെ ലിമിറ്റേഷൻ നിന്നുകൊണ്ട് കൂടെ യേശുക്രിസ്തു നമ്മളെ പഠിപ്പിച്ച കാര്യം അല്ലെ. അപ്പോൾ ഇന്ന് നമ്മൾക്ക് ജൈറസ് അല്ലെ, യായിറോസ് എന്ന് മലയാളത്തിൽ പറയുന്ന ആ അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ യേശുക്രിസ്തു എന്താ പറയുക ഉയർത്തെഴുന്നേൽപ്പിച്ചതിനെ പറ്റി നമുക്കൊന്ന് പഠിക്കാം. അതിനകത്ത് യേശു പറയുന്നുണ്ട്, ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല, ഉറങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇന്നത്തെ എൻ്റെ ടോപ്പിക്ക്. മുമ്പോട്ട് പോകുന്നതിന് പാട് നമുക്കൊന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം സംസാരിക്കാം. കർത്താവ് സമയത്തിന് നന്ദി പറയുന്നു. കർത്താവ് അങ്ങനെ പോലെ ദൈവമില്ല. നന്ദി പിതാവ്. കർത്താവ് അങ്ങനെ സ്നേഹത്തിനായിട്ടും കർത്താവ് ഞങ്ങളെ തേടി എത്തുന്നതിനായിട്ടും കർത്താവ് ഞങ്ങളെ ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റിയതിനും കർത്താവ് അങ്ങയുടെ സ്വരൂപത്തിലാണ് പുതിയ സൃഷ്ടിയാക്കി ഞങ്ങൾ മാറ്റിയിരിക്കുന്നത്. അതിനായിട്ടും ഒരു പുതിയ ജീവനായിട്ടും പുതിയ ജീവിതത്തിനായിട്ട് നന്ദി പറയുന്നു കർത്താവ്. ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് മുദ്രയിട്ടതിനായിട്ടും പിതാവെ അങ്ങയുടെ സ്നേഹത്തിന് നന്ദി പറയുന്നു. ഞങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ കർത്താവെ ഞങ്ങളോട് സംസാരിക്കണം അപേക്ഷിക്കും. ഞങ്ങളുടെ ഹൃദയത്തോട് സംസാരിക്കും. ഞങ്ങളുടെ ഹൃദയത്തെ പ്രിപ്പയർ ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ ആമേൻ. അപ്പോൾ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിലേക്ക് പോകാം, 5-ാമത്തെ ചാപ്റ്ററിലേക്ക്. ആദ്യം 21 തൊട്ട് 24 വരെയുള്ള വാക്കുകൾ വായിക്കാം. മാർക്കോസിന്റെ 5-ാമത്തെ ചാപ്റ്ററിന് 21 തൊട്ട് 24 വരെയുള്ള വാക്കുകൾ ആദ്യം. അത് കഴിഞ്ഞ് അതേ ചാപ്റ്ററിന് തന്നെ 35 തൊട്ട് 43 വരെയുള്ള വാക്കുകൾ പെട്ടെന്നൊന്ന് വായിക്കാം. ഇത് നമുക്ക് എല്ലാവർക്കും വളരെയധികം അറിയാവുന്ന കാര്യങ്ങളാണ്, പക്ഷെ എന്നാലും പെട്ടെന്നൊന്ന് വായിക്കാം അല്ലെ. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: യേശു വീണ്ടും പടകിൽ കയറി ഇക്കരെ കടന്നു കടലരികെ ഇരിക്കുമ്പോൾ വലിയ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടി. പള്ളിപ്രമാണികളിൽ യായിറോസ് എന്നു പേരുള്ള ഒരുത്തൻ വന്നു അവനെ കണ്ടു കാൽക്കൽ വീണു, എന്റെ കുഞ്ഞുമകൾ അത്യാസന്നമായി ഇരിക്കുന്നു, അവൾ രക്ഷപ്പെട്ട് ജീവനോടെ ഇരിക്കേണ്ടതിന് നീ വന്നു അവളുടെ മേൽ കൈവെക്കണമേ എന്ന് വളരെ അപേക്ഷിച്ചു. അവൻ അവനോട് കൂടെ പോയി. വലിയ പുരുഷാരം പിൻചെന്നു അവനെ തിക്കിക്കൊണ്ടിരുന്നു. 35-ാമത്തെ വാക്ക് തൊട്ട് 35 തൊട്ട് 43 വരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്റെ പള്ളിപ്രമാണിയുടെ വീട്ടിൽ നിന്ന് ആൾ വന്നു, നിന്റെ മകൾ മരിച്ചുപോയി, ഗുരുവിനെ ഇനി അസഹ്യപ്പെടുത്തുന്നത് എന്തിന് എന്ന് പറഞ്ഞു. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു. പത്രോസും യാക്കോബും യാക്കോബിന്റെ സഹോദരനായ യോഹന്നാനും അല്ലാതെ മറ്റാരും തന്നോടുകൂടെ ചെല്ലുവാൻ സമ്മതിച്ചില്ല. പള്ളിപ്രമാണിയുടെ വീട്ടിൽ വന്നാറെ ആരവത്തോടെയും വളരെ കരഞ്ഞു വിലപിക്കുന്നവരെയും കണ്ടു. അകത്തു കടന്ന് നിങ്ങളുടെ ആരവവും കരച്ചിലും എന്തിന്, കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്ര എന്നു അവരോട് പറഞ്ഞു. അവരോ അവനെ പരിഹസിച്ചു. അവൻ എല്ലാവരെയും പുറത്താക്കി കുട്ടിയുടെ അപ്പനെയും അമ്മയെയും തന്നോട് കൂടെ ഉള്ളവരെയും കൂട്ടിക്കൊണ്ട് കുട്ടി കിടക്കുന്ന ഇടത്ത് ചെന്ന് കുട്ടിയുടെ കൈക്ക് പിടിച്ചു. ബാലെ എഴുന്നേക്ക എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന അർത്ഥത്തോടെ തലിതാ കുമി എന്ന് അവളോട് പറഞ്ഞു. ബാല ഉടനെ എഴുന്നേറ്റ് നടന്നു. അവൾക്ക് 12 വയസ്സായിരുന്നു. അവർ അത്യന്തം വിസ്മയിച്ചു. ഇത് ആരും അറിയരുത് എന്ന് അവൻ അവരോട് ഏറിയോന്നു കൽപ്പിച്ചു. അവൾക്ക് ഭക്ഷിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് ഈ കഥ അറിയാം. അപ്പൊ 24-ാമത്തെ വാക്ക് അതിന് താഴേക്ക് വരുമ്പോൾ 35-34 വരെയുള്ള വാക്കുകൾ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ആ സ്ത്രീ അല്ലെ, രക്തസ്രാവം പ്രോബ്ലം ഉള്ള സ്ത്രീയെ പറ്റി ആണല്ലോ അവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അപ്പൊ അതിനെപ്പറ്റി നമ്മൾ സംസാരിക്കുന്നില്ലാത്തതുകൊണ്ടാണ് അത് ഞാൻ വായിക്കാതിരുന്നത്. അപ്പൊ ഈ ജൈറോസിന്റെ മകളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പൊ അതിൽ നിന്ന് 2 കാര്യങ്ങൾ എനിക്ക് പറയാൻ ഉദ്ദേശിക്കുക. അപ്പൊ അത് പറയുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല്, ജൈറസ് യേശുവിനെ തേടിയെത്തി, സഹായം തേടിയെത്തി എന്ന് പറഞ്ഞത് തന്നെ ഒരു വലിയൊരു മഹാത്ഭുതമാണ്. എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അന്നത്തെ സമയത്ത് പരീശന്മാരും ശാസ്ത്രിമാർക്കും അല്ലെങ്കിൽ സ്ക്രൈബുകളൊക്കെ അല്ലെ, അവർക്ക് ഒരൊറ്റ വിചാരം മനസ്സിലുള്ളൂ അല്ലെ, എങ്ങനെയെങ്കിലും യേശുവിന് പ്രശ്നം ഉണ്ടാക്കുമെന്നുള്ളു. അപ്പൊ പള്ളിപ്രമാണി, സിനഗോഗിന്റെ റൂളർ എന്ന് പറയുമ്പോൾ പരീശനായിരിക്കുമല്ലോ അല്ലെ, തീർച്ചയായിട്ടും, അല്ലെങ്കിൽ സാദുസീസ് അല്ലെ, സ്ക്രൈബ്സ് ആരെങ്കിലും ആയിരിക്കുമല്ലോ. അപ്പൊ അവർ ആ റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാരാണ് ഒന്ന് ചുരുക്കം അല്ലെ. അപ്പൊ അവര് എങ്ങനെയെങ്കിലും യേശുവിന് പ്രശ്നം ഉണ്ടാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന
നടന്നുകൊണ്ടിരുന്ന സമയത്താണ് ഇവിടെ ഈ പള്ളിപ്രമാണി ഒരാൾ വന്ന് യേശുവിന്റെ ഹെൽപ്പ് ചോദിക്കുന്നത്, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന് യേശുവിൽ എങ്ങനെയോ വിശ്വാസം ഉണ്ടായിപ്പോയി. നിക്കോഡമസിന്റെ കാര്യം നമുക്കറിയാം. നിക്കോഡമസ് രാത്രിയിലാണ് ചെന്നത് യേശുക്രിസ്തുവിനെ കാണാൻ, അല്ലെ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പകല് പോയി കഴിഞ്ഞാൽ അടുത്ത ഫാരിസീസ് എങ്ങാനും പരീശന്മാരെങ്കിലും കണ്ടു പിന്നെ പ്രശ്നം ഉണ്ടാക്കിയാൽ തന്റെ ജീവിതത്തിന് പ്രശ്നമായെങ്കിലോ എന്ന് ഓർത്തിട്ട് രാത്രിയിലാണ് പോകുന്നത്. പക്ഷെ എന്നാലും ദൈവം എന്താ പറയുക, യേശുക്രിസ്തു നിക്കോഡമസ് രാത്രി വന്നതിനെ പറ്റി ഒന്നും പറയുന്നില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് രാത്രിയിലെങ്കിലും വന്നല്ലോ, അല്ലെ? ദൈവത്തിന്റെ അടുത്തേക്ക് യേശുവിനെ എന്താ പറയുക വിശ്വസിച്ചവന് രാത്രിയിലെങ്കിലും വന്നല്ലോ എന്നുള്ള അതാണ് നമ്മുടെ ദൈവത്തിന്റെ മനസ്സിൽ. അപ്പൊ ഇവിടെ പറയുന്നത് വെച്ചാല് യേശു ഈ കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച് അതേപോലത്തെ ഒരു മഹാ അത്ഭുതമാണ് ഒരു ഫാരിസി ഒരു പരീശൻ യേശുവിനെ തേടി എത്തിയെന്നുള്ളത്, അല്ലെ? അതും ഒരു അത്ഭുതം തന്നെ. അപ്പൊ അങ്ങനെ നമുക്കറിയാം ഇവിടെ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞപ്പോ. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാല് ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട്, മരിച്ചു കിടന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് യേശു പറയുന്ന കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിനു മുമ്പേ യേശു എന്താ പറയുക ജൈറസിനോട് പറയുന്നത് പേടിക്കേണ്ട, വിശ്വസിച്ചാൽ മതി എന്ന് പറയും. രണ്ടാമത്തെ കാര്യം കുഞ്ഞിനെ നോക്കിക്കൊണ്ട് യേശു പറയുന്നത് ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല, അത് ഉറങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിസിക്കലി ആ കുഞ്ഞ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞില്ല. പക്ഷേ ദൈവം മരിച്ചിട്ടില്ല എന്ന് പറയുന്നിടത്തോളം കാലം ആ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് വാസ്തവം, അല്ലെ? എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്നെനിക്ക് പറയാനുള്ളത് ആദ്യത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ദൈവം ഒരു കാര്യത്തിന് ഫുൾ സ്റ്റോപ്പ് ഇടാത്തിടത്തോളം കാലം, അല്ലെ? നമ്മൾ പ്രാർത്ഥിക്കുന്ന എന്തെങ്കിലും കാര്യത്തിന് അത് നോന്ന് പറയാത്തിടത്തോളം കാലം അവനിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടിയിരിക്കും, അല്ലെ? പ്രത്യേകിച്ച് നമ്മൾക്കൊരു ഒരു വാഗ്ദാനം, ഒരു പ്രോമിസ് ഒക്കെ ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി ഒരുപാട് വർഷങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും, എബ്രഹാമിന്റെ കാര്യം പോലെ ഒരുപാട് വർഷങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും ദൈവം പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ ആ വാഗ്ദാനം നിറവേറ്റുന്നവനാണ് അവനല്ലേ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത് നോ എന്നൊരു ഉത്തരം നമുക്ക് തന്നിട്ടില്ല എങ്കിൽ നമ്മൾക്ക് പിന്നെയും യേശുവിന്റെ അടുത്തേക്ക് അതേ പ്രെയർ പോയിന്റുമായിട്ട് നമുക്ക് പോകാൻ പറ്റും. കാരണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, അല്ലെ? യേശു നോന്ന് പറയാത്തിടത്തോളം കാലം അതിന് പിന്നെയും ചാൻസ് ഉണ്ട്, പിന്നെയും അവിടെ അത് നടപ്പിലാക്കാനുള്ള ചാൻസ് അല്ല, ദൈവം അത് ചെയ്യുക തന്നെ ചെയ്യും, അല്ലെ? മരിച്ച കുഞ്ഞിനെ മരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് ഇത് ചുരുക്കം. ഇനി അപ്പൊ അതേ വാക്കിൽ നിന്നാണ് എനിക്ക് പറയേണ്ട, കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ദൈവം പറഞ്ഞു ആ കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ ചെയ്യുന്നുള്ള കാര്യം. അപ്പൊ അതിനെപ്പറ്റിയാണ് എനിക്കിന്ന് പറയാനുള്ളത്. എന്തിനാണ് യേശുക്രിസ്തു അങ്ങനെ പറഞ്ഞത്, അല്ലെ? കുട്ടി മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ് എന്ന് പറയുന്നുള്ള കാര്യം, മരിച്ചുപോയ കുഞ്ഞിനെ പറ്റി പറയുന്നത്. അപ്പൊ നമുക്കറിയാം ഇവിടെ യേശുക്രിസ്തു ആദ്യമായിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ നമ്മൾ ഈ ലോകത്തിൽ യേശു ഉണ്ടായിരുന്ന സമയത്ത് യേശു വർക്ക് ചെയ്യുന്ന ലോയിൽ നിന്നുകൊണ്ടാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യായപ്രമാണത്തിന്റെ കീഴിലാണ് യേശു ഉണ്ടായിരുന്നത്, അല്ലെ? യേശുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പിന്റെ ശേഷമാണ് ഉയർത്തെഴുന്നേൽപ്പുമാണ് പുതിയ കവനന്റിന്റെ ഇത് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത്, അല്ലെ? അത് ആരംഭിച്ചത് യേശുവിന്റെ മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിൽ നിന്നും. യേശുവിന്റെ രക്തം കൊണ്ടാണ് പുതിയ എന്താ പറയുക കവനന്റ് നമുക്ക് ദൈവം തന്നിരിക്കുന്നത്, അല്ലെ? അപ്പോ അതിനു മുമ്പ് യേശുക്രിസ്തു ഉണ്ടായിരുന്ന സമയത്ത് യോഹന്നാനും ജോൺ ദ ബാപ്റ്റിസ്റ്റും അവരെല്ലാവരും വർക്ക് ചെയ്തത് എന്താ പറയുക ലോയിന്റെ കീഴിൽ. അപ്പൊ ഒന്നുകൂടെ പറയുവാണ്, മാത്യു, മാർക്കോസ്, ലൂക്ക്, ജോൺ, ആ ബുക്ക്, അത് 4 ഗോസ്പൽസ് വരുന്നതും ഒക്കെ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ സമയത്ത് നടന്ന കാര്യമാണ്, അല്ലെ? അത് കഴിഞ്ഞ യേശുവിന്റെ റിസറക്ഷൻ കഴിഞ്ഞിട്ട് വരുന്ന കാര്യങ്ങൾ ആക്സ് തൊട്ട് ഇങ്ങോട്ടാണ് ശരിക്കും പറഞ്ഞ ന്യൂ ടെസ്റ്റ്മെന്റ് കാര്യമുണ്ട്. പക്ഷെ നമ്മൾ മാത്യു, മാർക്കും ജോണും എല്ലാം നമ്മൾ വായിക്കുന്നത് ഓൾഡ് ടെസ്റ്റ്മെന്റ് ഭാഗമായിട്ടാണ്. അപ്പൊ ബൈബിളും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അങ്ങനെ നമ്മൾ വായിക്കുന്നത്. അപ്പൊ നമ്മുടെ യേശുക്രിസ്തു വർക്ക് ചെയ്തത് ലോയിന്റെ കീഴിലാണ്, ന്യായപ്രമാണത്തിന്റെ കീഴിലാണ്, അല്ലെ? അപ്പൊ ഇവിടെ ഈ പാസേജിൽ നമ്മൾ വായിക്കാൻ നമുക്കൊരു കാര്യം കാണാൻ പറ്റുന്നതെന്ന് വെച്ചാല് യേശുക്രിസ്തു ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യുകയും അതോടൊപ്പം തന്നെ ഇനി പുതിയ കവനന്റ് തന്റെ മരണത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം എന്താണ് താൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ പറ്റിയും കൂടെ നമ്മളെ കാണിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഓരോ പ്രാവശ്യം മിറക്കിൾ ചെയ്യുമ്പോൾ ദൈവം അങ്ങനെ തന്നെയാണ് കാണിച്ചിരുന്നത്. അപ്പൊ ഇവിടെ ഞാൻ അതുകൊണ്ട് എന്തോ ഉദ്ദേശം വെച്ച് കഴിഞ്ഞാല് ആദ്യം ന്യായപ്രമാണം ഫുൾഫിൽ ചെയ്യുന്ന കാര്യത്തെ പറ്റി അപ്പൊ നമുക്കറിയാം മത്തായി എഴുതിയ സുവിശേഷം 23-ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോ ദൈവം യേശുക്രിസ്തു അന്നത്തെ പരീശന്മാരെ ശാസ്ത്രിമാരെ പറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇവര് വെയിറ്റിയ മാറ്റേഴ്സ് ഓഫ് ദ ലോ, അല്ലെ? ലോയിലെ ന്യായപ്രമാണത്തിലെ ഘനമുള്ള കാര്യങ്ങൾ ചെയ്യാതെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് കനമുള്ള കാര്യങ്ങളൊക്കെ വേണ്ടെന്ന് വെക്കുന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കനമുള്ള കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ആ ഫൗണ്ടേഷൻ, അല്ലെ? എന്തിലാണ് ദൈവം ആ ന്യായപ്രമാണം ബിൽഡ് ചെയ്തിരിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് നീതിയില്, അല്ലെ? നീതിയിലും കാരുണ്യം, അല്ലെ? മേഴ്സിയിലും
ഫെയ്ത്തിൽ വിശ്വാസത്തില് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിസ്, മേഴ്സി ആൻഡ് ഫെയ്ത്ത് അല്ലെ. അപ്പൊ അതില് മൂന്നിലും ഉറച്ചതാണ് ന്യായപ്രമാണം എന്ന് പറഞ്ഞ ദൈവത്തിന്റെ എന്ത് പ്രവൃത്തിയും എന്ന് പറഞ്ഞാലും അല്ലെ. ന്യൂ ടെസ്റ്റ്മെന്റ്, ഓൾഡ് ടെസ്റ്റ്മെന്റ്, ദൈവം ഒന്നല്ലേ ഉള്ളൂ. ന്യൂ ടെസ്റ്റ്മെന്റ് ദൈവം, ഓൾഡ് ടെസ്റ്റ്മെന്റ് ദൈവം എല്ലാം ഒന്നല്ലേ ഉള്ളൂ അല്ലെ. അപ്പൊ എന്താന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രവൃത്തി എപ്പോഴും നീതിയിലും ന്യായത്തിൽ ഉറച്ചതും കരുണയിൽ ഉറച്ചതും പിന്നെ എന്താ പറയുന്നത് അത് വിശ്വസ്തത അല്ല. ചില ട്രാൻസ്ലേഷൻ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന വിശ്വസ്തത എന്ന് പറയുന്നത്. അപ്പൊ വിശ്വസ്തതയിലാണെങ്കിലും വിശ്വാസത്തിലാണെങ്കിലും അങ്ങനെ ഉറച്ചതായിരിക്കും അല്ലെ. അപ്പൊ ദൈവത്തിന്റെ പ്രവർത്തികൾ എല്ലാം ചെയ്യുന്ന കാരുണ്യത്തിലാണ്, ജസ്റ്റിസിലായിരിക്കും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ദൈവം ഒരു യേശുക്രിസ്തു ന്യായപ്രമാണം ലംഘിക്കുകയല്ല ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കറിയാം. നമ്മള് നമ്പേഴ്സ് അല്ലെ, സംഖ്യാപുസ്തകത്തിലേക്ക് പോകുമ്പോ ദൈവം ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരാളെ പോലും എന്താ പറയുക ഡെഡ് ബോഡിയൊക്കെ ടച്ച് ചെയ്ത ആൾക്കാര് അവര് അൺക്ലീൻ ആയിരിക്കും, കുറെ 7 ദിവസത്തേക്ക് അവര് പുറത്തായിരിക്കണം, ക്യാമ്പിന്റെ പുറത്തായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ഇവിടെ യേശുക്രിസ്തു പാലിക്കുന്നില്ല അല്ലെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജൈറസിന്റെ മകൾ ഓൾറെഡി മരിച്ചതായിരുന്നു, എന്നിട്ട് യേശു എന്ന് ടച്ച് ചെയ്യുന്നു. പക്ഷെ അങ്ങനെ അപ്പൊ അവിടെ ആരെങ്കിലും വായിക്കുമ്പോ എന്തെങ്കിലും ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നതിനെപ്പറ്റി ഞാൻ പറയുന്നത്. അപ്പൊ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, നേരത്തെ ഞാൻ പറഞ്ഞു പോലെ ന്യായപ്രമാണത്തിന്റെ കനമുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് എന്താ പറഞ്ഞ ന്യായം അല്ല, ന്യായമല്ല, നീതി അല്ലെ, ജസ്റ്റിസും മേഴ്സിയും ഫെയ്ത്തുമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ അതാണ് ദൈവം ന്യായപ്രമാണം കൊണ്ട് ഉദ്ദേശിച്ച കാര്യം. ഉദാഹരണമായിട്ട് പറയുവാണെങ്കിൽ ശബത്തിന്റെ കാര്യം ഒന്ന് എടുത്ത് നോക്കി. ദൈവം പറഞ്ഞിട്ടുണ്ട് ശബത്ത് ഇവർ നോക്കിയേ പറ്റത്തുള്ളൂ അല്ലെ. 6 ദിവസം വർക്ക് ചെയ്യുക, 7ാമത്തെ ദിവസം ശബത്തായിരിക്കും. അതൊരു ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യം, അത് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ശബത്ത് എന്ന് പറയുമ്പോ എന്താണ് എന്ന് ഉദ്ദേശിച്ച് നോക്കി അല്ലെ. അപ്പൊ ശബത്തില് യേശുവിന്റെ ശിഷ്യന്മാര് എന്താ പറയാ അത് ഗോതമ്പ് പറിച്ചു തിന്നെന്നും പറഞ്ഞിട്ട് ശാസ്ത്രിമാരൊക്കെ അന്ന് ബഹളം ഉണ്ടാക്കി. അപ്പൊ യേശു പറഞ്ഞു ഞാൻ ശബത്തിന്റെ കൂടെ ലോഡാണ് അല്ലെ. അപ്പൊ അവിടെ ദൈവം പറയുന്നത് വെച്ചാല് ഈ ശബത്ത് എന്നുള്ളതിന്റെ ആ ന്യായപ്രമാണത്തിന്റെ കീഴിൽ ദൈവം വർക്ക് അതിന്റെ കൊണ്ട് ഉദ്ദേശിച്ചെന്ന് ചോദിച്ചാൽ കരുണയാണ് ഉദ്ദേശിച്ചത് അല്ലെ. അപ്പൊ കനമുള്ള എന്താ പറയുക ന്യായപ്രമാണത്തിന്റെ കനമുള്ള കാര്യങ്ങൾ ഒരെണ്ണമാണ് കരുണ എന്ന് പറഞ്ഞു, മേഴ്സി അല്ലെ. ദൈവം പറഞ്ഞിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാല് ശബത്ത് ദിവസം 7ാമത്തെ ദിവസം അല്ലെ. അവിടെ ഈ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് അല്ലെ, വേലക്കാർക്കും ആടുമാടുകൾക്കും ഒക്കെ ഒരു ദിവസം റെസ്റ്റ് എടുക്കാൻ വേണ്ടി സമയം കിട്ടുമല്ല ചെയ്യുന്നത്. അപ്പൊ അതാണ് ദൈവം ഉദ്ദേശിച്ചത് അല്ലെ. ശബത്ത് എന്ന് കൊണ്ട് പറഞ്ഞാൽ റെസ്റ്റ് എടുക്കട്ടെ, മനുഷ്യർ കടന്ന് കഷ്ടപ്പെടുവല്ലേ അല്ലെ. അന്നൊക്കെ നില ഉഴാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാളകളൊക്കെ ആയിരിക്കും. കാളകൾ കഷ്ടപ്പെടില്ല, അപ്പൊ അതുകൊണ്ട് ദിവസം ഒന്ന് റെസ്റ്റ് എടുക്കില്ല, അത് കഴിഞ്ഞ് പിന്നെ വർക്ക് കിട്ടും. എന്നും ഇങ്ങനെ കിടന്ന് വർക്ക് ചെയ്യുന്ന അത് മോശമല്ല. അപ്പൊ അതുകൊണ്ട് അതാണ് എന്താ പറയാ ന്യായപ്രമാണം കൊണ്ട് സോറി കരുണയാണ് ന്യായപ്രമാണം കൊണ്ട് ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ശബത്ത് എന്ന് പറഞ്ഞാൽ ദൈവം അങ്ങനെയാണ് ഉദ്ദേശിച്ചത്. ഇവിടെ നോക്കി അതേപോലെ തന്നെയല്ലേ ദൈവം യേശുക്രിസ്തു ചെയ്യുന്നത്. യേശുക്രിസ്തു ഡെഡ് ബോഡിയെ ടച്ച് ചെയ്തുകൊണ്ട് ന്യായപ്രമാണം ശരിക്കും പറഞ്ഞാൽ ലംഘിക്കുകയല്ല ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ലംഘിക്കാതിരിക്കുന്നതിന്റെ കാര്യത്തെപ്പറ്റി പറയാം. ഇവിടെ ദൈവം ജൈറോസിന് ഒരു പ്രശ്നം വന്നിരിക്കും അല്ലെ. ജൈറസിന്റെ കുഞ്ഞിന് വയ്യ. അപ്പൊ ജൈറസിന്റെ കുഞ്ഞിനെ ചെന്ന് അവൾ സുഖപ്പെടുത്തുവാണെങ്കിൽ, അല്ലെങ്കിൽ അവൾ മരിച്ചിരിക്കുന്ന അവൾ ഉയർത്തെഴുന്നേൽക്കുവാണെങ്കിൽ അവരോട് ചെയ്യുന്ന ഒരു കരുണയാണ് അല്ലെ. ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്ന കരുണ ചെയ്യാൻ വേണ്ടി. ന്യായപ്രമാണം വരുന്നത് ലോ കൊടുത്തിരിക്കുന്ന കരുണയ്ക്ക് വേണ്ടിയാണ്, കരുണ കാണിക്കുന്നതിന് വേണ്ടിയാണ് അല്ലെ. അപ്പൊ പിന്നെ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ തെറ്റ് ചെയ്ത് കഴിയുമ്പോ എനിക്ക് ദൈവത്തിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതാണല്ലോ നമ്മള് ഓരോ സാക്രിഫൈസ് ചെയ്യുമ്പോഴും ഇസ്രായേൽ മക്കളോട് സാക്രിഫൈസ് ചെയ്യാൻ പറയുമ്പോ, ബലി കൊടുക്കാൻ പറയുമ്പോ അത് കാണിക്കുന്നതല്ല ഞാൻ തെറ്റ് ചെയ്തവരാണ്, ഞാൻ പാപം ചെയ്തവരാണ്. അപ്പൊ എനിക്ക് ഈ ബലി കാണിക്കുന്നത് എന്റെ പാപത്തിന്റെ നേച്ചറിനെ പറ്റി, എന്റെ പാപത്തെ പറ്റിയാണ് കാണിക്കുക. അപ്പൊ എനിക്ക് ദൈവത്തിന്റെ ആവശ്യമുണ്ട് അല്ലെ. അപ്പൊ അത് ജസ്റ്റിസ് അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ ദൈവം എനിക്ക് അങ്ങയുടെ ആവശ്യമുണ്ടെന്ന് പറയുമ്പോ ദൈവം അവിടെ ജസ്റ്റിസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ജസ്റ്റിസ് എങ്ങനെ ചെയ്തത്, തന്റെ പുത്രനെ ക്രോസ് ഓഫ് കാൽവറി കൊന്നുകൊണ്ട് അല്ലെ. അപ്പൊ ദൈവത്തെ വിശ്വസിക്കുമ്പോൾ അല്ലെ, ദൈവത്തെ വിശ്വസിക്കുമ്പോ യേശുക്രിസ്തുവിനെ വിശ്വാസമാണല്ലോ ഈ ന്യായപ്രമാണത്തിന്റെ ആണെങ്കിലും ന്യൂ ടെസ്റ്റമെന്റിന്റെ ആണെങ്കിലും അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസം ആണല്ലോ അല്ലെ, ഫെയ്ത്ത് ആണല്ലോ. അപ്പൊ നമ്മള് ദൈവത്തിലേക്ക് ചെല്ലുമ്പോൾ ദൈവം എനിക്ക് അങ്ങയുടെ ആവശ്യമുണ്ട്, ഞാൻ തെറ്റ് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ എന്നോട് കരുണ കാണിക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ അവിടെ ന്യായപ്രമാണത്തിന്റെ കനമുള്ള കാര്യങ്ങൾ
ഫുൾഫിൽ തന്നെ ചെയ്യുക ചെയ്യുന്നല്ലേ. അപ്പോ ഇവിടെ യേശുക്രിസ്തു ജൈറസിന് ഒരു പ്രശ്നം വന്നപ്പോ ജൈറസിനോട് കരുണ കാണിക്കുകയാണ്. ഇനി ഈ ശവശരീരങ്ങളെ തൊട്ടവര് 7 ദിവസം പുറത്ത് മാറി അവരിയ്ക്കണം. അത് കഴിഞ്ഞ് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ട് ക്യാമ്പിലേക്ക് വരാവണമെന്ന് പറഞ്ഞിട്ട് ദൈവം പറഞ്ഞിട്ട് കാര്യം വെച്ചാല് വെറുതെ കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നതിനെ പറ്റിയല്ല പറഞ്ഞ. ഒന്നാമത്തെ കാര്യം പറയട്ടെ, ന്യായപ്രമാണത്തിൽ ദൈവം പറഞ്ഞ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തു കൂട്ടുന്നു. അങ്ങനെ അതിനെപ്പറ്റിയല്ല ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ കരുണയും ജസ്റ്റിസും എന്താ പറയുക ഫെയ്ത്തും എല്ലാം കൂടെ അല്ലെ, അതൊക്കെയാണ് ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പൊ കരുണ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ ശവശരീരത്തെ തൊട്ടിട്ട് മാറിയിരിക്കണം എന്ന് പറയുമ്പോൾ എന്താ വെച്ചാൽ, ശവശരീരം എന്ന് പറയുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ അണുക്കളൊക്കെ ഉണ്ടാകുമല്ലോ അല്ലെ, മരിച്ചു കഴിയുമ്പോൾ വേറെ പ്രവർത്തനങ്ങളൊക്കെ അണുക്കളുടെ ഒക്കെ പ്രവർത്തനമൊക്കെ തുടങ്ങുമല്ലോ. അപ്പൊ ആരെങ്കിലും പോയി ശവശരീരത്തൊക്കെ തൊട്ട് കഴിയുമ്പോൾ പിന്നെ നന്നായിട്ട് ക്ലീൻ ചെയ്യാതൊക്കെ ഇരിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഇരുന്നിട്ട് പിന്നെ വേറെ ആരെങ്കിലൊക്കെ പോയി ടച്ച് ചെയ്യുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ഇൻഫെക്ഷൻ ആവൂല മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെ, മറ്റുള്ളവർക്കും കൂടെ ഇൻഫെക്ഷൻ ആവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ദൈവം പറയുന്നത് ഒരു 7 ദിവസം വേറെ എവിടെയെങ്കിലും മാറിയിരിക്കുക എന്ന് പറഞ്ഞ് ക്യാമ്പിന്റെ പുറത്തായിരിക്കും എന്ന് പറഞ്ഞപ്പോ ഇൻഫെക്ഷൻ ഒന്നുമില്ല, അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെ പിന്നെ തിരിച്ചു വരാം. അതാണ് ദൈവം ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ യേശുവിനെ സംബന്ധിച്ചിടത്തോളം യേശു ദൈവമാണ്, റിസറക്ഷന് ലൈഫാണല്ലേ. അപ്പൊ ഏത് ബാക്ടീരിയക്ക് യേശു ക്രിസ്തുവിനെ ഇവിടെ അറ്റാക്ക് ചെയ്യാൻ പറ്റുമല്ലേ. യേശു ചെന്ന് എന്താ പറയുക കുഷ്ഠമുള്ള ആൾക്കാരെ തൊട്ടിട്ടുണ്ട് യേശു. അപ്പൊ ഏത് കുഷ്ഠരോഗത്തിന് യേശു ക്രിസ്തുവിനെ ടച്ച് ചെയ്യാൻ സാധിക്കും അല്ല. അപ്പൊ യേശു എന്താ പറയുക ആ കുഷ്ഠരോഗത്തെക്കാളും ഈ മരിച്ച ശരീരത്തെക്കാളും എല്ലാം വലുതാണ് അല്ലെ ദൈവം. അതാണ് കാണിക്കുക. അപ്പൊ യേശുവിനെ വിശ്വസിക്കുന്നത് കൊണ്ട് പീറ്ററിലും ജോണിലേക്കും അതൊന്നും വരാൻ പോകുന്നില്ല അല്ലെ. അവര് യേശുവിനെ വിശ്വസിക്കുന്നതുകൊണ്ട് അവര് യേശുവിന്റെ വിശ്വാസം വഴി ന്യായപ്രമാണം കൂടെ അവര് പാലിച്ചു പോകണം. നമ്മളും ഇപ്പൊ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. എന്താ പറയുക ജൂതന്മാര് അവര് യേശുവിനെ വിശ്വസിക്കുമ്പോൾ അവര് ന്യായപ്രമാണം യേശു വഴി ചെയ്യുകയാണ് ചെയ്യുന്നത്. യേശുവിനെ വിശ്വസിക്കുന്ന എല്ലാ ആൾക്കാരും ന്യായപ്രമാണം യേശു വഴി ഫുൾഫിൽ ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് അവർക്ക് അതൊരു തെറ്റായിട്ട് വരുന്നില്ല അല്ലെ. അത് അവരൊരു പാപം ചെയ്യുന്ന കാര്യമല്ല ഇത്. ഈ രണ്ടാമത്തെ കാര്യം എനിക്ക് എന്താ പറയുക ചെയ്യാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞത് യേശുക്രിസ്തു ആ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ എന്താ പറയുക ന്യായപ്രമാണത്തിന്റെ ആ ഒരു ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് ന്യായപ്രമാണം ഒരേ സമയത്ത് പാലിക്കുകയും അതോടൊപ്പം തന്നെ യേശു ഈ കുഞ്ഞ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ ചെയ്തെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തന്റെ മരണത്തിന് ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം താൻ എന്താ പറയാ ഫൗണ്ട് ചെയ്യാൻ പോകുന്ന ന്യൂ ടെസ്റ്റ്മെന്റിലെ അല്ലെ ആ ന്യൂ കവനന്റിന്റെ സമയത്ത് എന്താണ് നടക്കാൻ പോകുന്നത് എന്നെ പറ്റിയാ കാണിക്കുന്നത് അല്ലെ. റിസറക്ഷൻ എന്നുള്ളത് അല്ലെ, ആ റിസറക്ഷൻ പവറിനെ പറ്റി യേശു ക്രിസ്തു കാണിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം യേശുവാണ് ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് റിസറക്ഷൻ അല്ലെ. മരണത്തിൽ നിന്ന് ഉയർത്തെഴുത്ത ആദ്യത്തെ ഫ്രൂട്ട് യേശു ക്രിസ്തുവാണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ചോദിച്ചാല് അപ്പൊ ഈ കുഞ്ഞ് ഉയർത്തെഴുന്നേറ്റില്ല എന്ന് ആൾക്കാർക്ക് ചോദിക്കാം, ഈ കുഞ്ഞിനെ ഉയർത്തെഴുന്നേപ്പിച്ചില്ല എന്ന് ചോദിക്കാം, എന്താ പറയുക ലാസറസിന് ഉയർത്തെഴുന്നേറ്റില്ലേ. പിന്നെ നേരത്തെ നമുക്കറിയാം ഓൾഡ് ടെസ്റ്റ്മെന്റിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന കാര്യം ആൾക്കാര് ഉയർത്തെഴുന്നേക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എലൈഷാന്റെ ബോണിൽ തൊട്ട ആ ഡെഡ് ബോഡി വരുന്നത് ജീവിതത്തിലേക്ക് വരുന്ന കാര്യമൊക്കെ നമ്മൾ കണ്ടതാണ് അല്ലെ. പക്ഷെ അവരെല്ലാം പിന്നെ കാലാകാലങ്ങൾ ഇപ്പൊ അവർ ജീവിച്ചിരിപ്പില്ല. യേശുക്രിസ്തുവല്ല വേറെ ഒരാൾ ജീവിച്ചിരിപ്പില്ല. ഈ കുഞ്ഞ് മരിച്ചു പോയിട്ടുണ്ടാവും, പിന്നെ വളർന്ന് വലിയ സ്ത്രീയായി കഴിഞ്ഞ ശേഷം മരിച്ചു പോയിട്ടുണ്ട്. അപ്പൊ ലാസറസ് മരിച്ചുപോയി അല്ലെ, അപ്പൊ മറ്റേ ആളും മരിച്ചു പോയിട്ടുണ്ട്. പക്ഷെ യേശുക്രിസ്തു ഇന്ന് ജീവനോടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ ഉയർത്തെഴുന്നേറ്റ വ്യക്തി ഇന്ന് ജീവനോടെ ഇരിക്കുന്ന വ്യക്തി യേശുക്രിസ്തു മാത്രമാണ് അല്ലെ. അപ്പോ തന്റെ ആ റിസറക്ഷന്റെ എന്താ പറയുക പവർ ഓഫ് റിസറക്ഷൻ യേശുക്രിസ്തു കാണിക്കുകയാണ് ഈ കുഞ്ഞിനെ ഉയർത്തെഴുന്നേറ്റിപ്പിച്ചത് അല്ലെ. താൻ എന്തിനാണ് ഈ ലോകത്തിലേക്ക് വന്നത് അല്ലെ, അതാണ് യേശുക്രിസ്തു കാണിച്ചത്. ഇതാണ് ഒരു വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്നെ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകാൻ പോകുന്ന കാര്യം ഇതാണെന്ന് യേശുക്രിസ്തു കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ലാസറസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും കുഞ്ഞിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കുഞ്ഞിന്റെ കാര്യം യേശുക്രിസ്തു വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, ജൈറസിനും വൈഫിനും യേശുക്രിസ്തു വിശ്വാസമായിരുന്നു. ആ യേശുക്രിസ്തുവിനുള്ള വിശ്വാസം ജൈറസിനും വൈഫിനും വിശ്വാസം ആ കുഞ്ഞിലേക്ക് അവര് പകർന്നു കൊടുത്തിട്ടുണ്ടാവുമല്ലോ, കുഞ്ഞിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ ആ കുഞ്ഞ് വിശ്വസിച്ചിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്താ പറയുന്നത് ആ കുഞ്ഞിനെ എഴുന്നേൽപ്പിക്കുകയാണ്. അവള് മരിച്ചിട്ടില്ല, അവള് ജീവനോടെ ഇരിക്കണം. അത് തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും കാര്യത്തിൽ. യേശുവിൽ വിശ്വസിക്കുന്ന ആൾക്കാര് മരിച്ചാലും പിന്നെയും അവർ ജീവിച്ചിരിക്കല്ലേ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷത്തിന്റെ 11ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ 25ാമത്തെ വാക്ക് അല്ലെ, മാർത്തയോട് യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, യേശു അവളോട്
അവരോട് പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും ജീവിക്കും എന്ന് പറഞ്ഞാൽ ശരീരം പോയാലും അവര് പിന്നെയും ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്, അല്ലെ? അവര് മരിച്ചു പോവല്ല ചെയ്യുന്നത്, അവര് ജീവിക്കുക തന്നെയാണ് ചെയ്യുന്നത്. നമ്മളുടെ അഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാല് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ മരിക്കുന്നില്ല, അല്ലെ? നമ്മൾ ഈ ലോകത്തുള്ള അഡ്രസ്സ് പോയി നമ്മുടെ അഡ്രസ്സ് ട്രാൻസ്ഫർ ചെയ്ത് എന്താ പറയുക പാരഡൈസിലേക്ക്, അതാണ് നടക്കാൻ പോകുന്നത്, അല്ലെ? എന്ന് പറഞ്ഞ് ഞാൻ എന്തുകൊണ്ട് ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്കറിയാം യേശുവിന്റെ കൂടെ അന്ന് ക്രൂശിലേറ്റപ്പെട്ട രണ്ട് എന്താ പറയാ ആ തീഫുകൾ ഉണ്ടായിരുന്നില്ല, കള്ളന്മാർ. അതിൽ ഒരാൾക്ക് യേശുവിനോട് വിശ്വാസം ഉണ്ടായിരുന്നു, ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ പറയുന്ന, ലോർഡ് അങ്ങ് വരുമ്പോ അങ്ങയുടെ കിങ്ഡത്തിൽ വരുമ്പോ എന്നെയും കൂടെ ഒന്ന് ഓർക്കണമെന്ന് പറയുമ്പോ ഇന്ന് നീ എൻ്റെ ഒപ്പം ഉണ്ടാവും പാരഡൈസിൽ എന്ന് പറഞ്ഞു. അപ്പൊ അയാൾ മരിച്ചു പോകുന്നതിനെ പറ്റില്ല പറഞ്ഞത്. നിന്റെ അഡ്രസ്സ്, ഇവിടുത്തെ അഡ്രസ്സ് ഇന്ന് മാറ്റി പാരഡൈസിലേക്ക്, നാളെ തൊട്ട് നിന്റെ അഡ്രസ്സ് പാരഡൈസിലാണ് എന്നാ നീ ഉദ്ദേശിച്ചല്ലേ എന്ന് പറഞ്ഞാല്, ഇവിടുന്ന് ശരീരത്തിൽ നിന്ന് ആത്മാവ് വിട്ടു പോയാലും പ്രാണം വിട്ടു പോയാലും അതെന്താ പറയാ, കാണുന്നത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നമ്മൾ ഈ ലോകത്തിലെ വാസം വിട്ട് ദൈവത്തിന്റെ ഒപ്പം പാരഡൈസിലാണ്, അല്ലെ? പാരഡൈസിലാണെന്ന് മാത്രമാണ് ഉള്ളത്. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി മരിക്കുന്നില്ല. എബ്രഹാമിന്റെ ദൈവമാണ്, ഐസക്കിന്റെ ദൈവമാണ്, ജാക്കോബിന്റെ ദൈവമാണ്. അവര് മരിച്ചവരല്ല, അവർ ഇന്ന് ജീവനോടുള്ളവരാണ്. ഈ ലോകത്തിലില്ലെന്നേ ഉള്ളൂ. ഈ ലോകത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് മരിച്ചെന്ന് പറയാൻ പറ്റില്ല. ലോകത്തിലെ വാസം വിട്ടു, അല്ലെ? അത്രേ ഉള്ളൂ. അവരുടെ ആ ഓട്ടം തികച്ചു. അവര് ഉറങ്ങുകയാണ്, അവര് റെസ്റ്റ് എടുക്കുകയാണ് പാരഡൈസിൽ, അല്ലെ? പരദീസിൽ അവര് റെസ്റ്റ് എടുക്കുകയാണ്. ഇനി അവർക്ക് അവിടെ നിന്ന് റിസറക്ഷന്റെ ദിവസം വരുന്നുണ്ട്. അപ്പൊ അതാണ് യേശുക്രിസ്തു ഇവിടെ കാണിച്ചത്, അല്ലെ? അപ്പൊ ഇതെല്ലാം സാധ്യമാക്കുന്ന റിസറക്ഷൻ, എബ്രഹാമിനും യാക്കോബിനും എല്ലാവരും അവരെ ദൈവത്തിൽ വിശ്വസിച്ചു, അല്ലെ? അപ്പൊ ഇതെല്ലാം സാധ്യമായത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ റിസറക്ഷൻ സാധ്യമാകുന്ന യേശുക്രിസ്തുവിന്റെ മരണം കൊണ്ട്, യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട്. അപ്പൊ അതാണ് യേശു കാണിച്ചത്. താൻ ഈ ലോകത്തിലായിരുന്ന സമയത്ത് ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ ആ ലിമിറ്റേഷന്റെ അകത്ത് നിന്നുകൊണ്ടാണെങ്കിൽ പോലും നമ്മളോട് പറഞ്ഞു തന്നത് എന്താണ്? ഇതാണ് വരാൻ പോകുന്നത് എന്റെ കിങ്ഡത്തിൽ, അല്ലെ? യേശുവിന്റെ മരണവും ഉയർത്തെഴുന്നേൽപ്പും കൊണ്ടാണ് കിങ്ഡം വന്നത്, അല്ലെ? യേശുവിന്റെ കിങ്ഡം വന്നത്. ആ കിങ്ഡത്തില് എന്റെ രാജ്യത്ത് ഇതാണ് നടക്കാൻ പോകുന്നത്, അല്ലെ? അപ്പൊ യേശു കാണിക്കുവായിരുന്നു. അപ്പൊ നമ്മളോട് പറയുവാണ്, എന്താ പറയുന്നത്, മരിച്ചാലും മരിക്കുന്നില്ല നമ്മൾ, അല്ലെ? ശരീരത്തിൽ നിന്ന് ആത്മാവ് പോയാലും ആത്മാവ് മരിക്കുന്നില്ല, അല്ലെ? അത് ഒരിക്കൽ പോലും മരിക്കുന്നത് ദൈവത്തിന്റെ ഒപ്പമായിരിക്കും എന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനി ജോണിനോടും ജെയിംസിനോടും എന്താ പറയാ പീറ്ററിനോടൊക്കെ ഇത് കാണാൻ പറഞ്ഞ് കൂട്ടിന്റെ കാര്യം വെച്ചാല്, ഇവര് ഇത് ചെയ്യാൻ പോണം. ഇവര് എന്താ പറയുക, യേശുവിനെ പോലെ ആ സമയത്ത് യേശുവിനെ പോലെ അല്ലെങ്കിൽ പോലും, അല്ലെ, യേശു ചെയ്യുന്ന വർക്കുകൾ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നില്ലെങ്കിൽ പോലും, ഹോളി സ്പിരിറ്റ് ഗോഡിനെ കൊണ്ട് നിറഞ്ഞു കഴിയുമ്പോൾ യേശു എന്ത് വർക്ക് ചെയ്യുന്നു അത് തന്നെ എന്താ പറയുക അവര് ചെയ്യാൻ പോകുന്നു, അല്ലെ? യേശുവിന്റെ മരണത്തിന് ശേഷം. അപ്പൊ ഇവരെ ദൈവം യേശു ക്രിസ്തു കാണിച്ചു കൊടുത്തെന്ന് വെച്ചാല്, ഇതാ കാര്യം, നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ലെവല് വേറെ ആയിരിക്കും. നിങ്ങൾ എന്താ ഒരു പുതിയ ക്രിയേഷൻ ആകാൻ പോവാണ്. എന്റെ മരണം ഉയർത്തെഴുന്നേറ്റ് കഴിയുമ്പോൾ നിങ്ങൾ ഇന്ന് എന്നെ വിശ്വസിക്കുന്നതുകൊണ്ട് എന്താ പറ്റാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാല്, അന്ന് നിങ്ങൾ എന്നെ വിശ്വസിക്കുമല്ലോ. അപ്പൊ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഒരു പുതിയ ക്രിയേഷൻ ആകാൻ പോവാണ്. അപ്പൊ ഞാൻ എന്താണ് ഇപ്പൊ ചെയ്യുന്നത് അതിനേക്കാളും വലിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പോവുകയാണ്, അല്ലെ? അതിനെപ്പറ്റിയാണ് ദൈവം പറഞ്ഞു കൊടുക്കുക. ജൈറസിനോടും വൈഫിനോടും കാണിച്ചു കൊടുത്ത അതാണ്, അല്ലെ? പീറ്ററിനെയും എന്താ പറയുക ജെയിംസും ജോണിനും കാണിച്ചു കൊടുത്തതാണ്. അപ്പൊ നമുക്കറിയാം പീറ്ററൊക്കെ ആൾക്കാരെ ഉയർത്തെഴുന്നേപ്പിച്ചിട്ടുണ്ട്, അല്ലെ? അപ്പൊ അങ്ങനെ ഒരു പുതിയ ഒരു ലൈഫിനെ പറ്റി, പുതിയ നമുക്ക് എന്താണ് നമ്മളെ കൊണ്ട് ദൈവം ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്താണ് ദൈവം നേടിത്തരുന്നത് എന്നുള്ളതിനെ പറ്റി പഴയ ടെസ്റ്റ്മെന്റിൽ നിന്നുകൊണ്ട് തന്നെ, ന്യായപ്രമാണത്തിൽ നിന്നുകൊണ്ട് തന്നെ യേശു ക്രിസ്തു കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, കുഞ്ഞു മരിച്ചിട്ടില്ല. വാസ്തവല്ല, കുഞ്ഞു മരിച്ചിട്ടില്ല, അല്ലെ? കുഞ്ഞെന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ ഉയർത്തെഴുന്നേൽപ്പാണ്, ഞാൻ ജീവനാണ്, എന്നിൽ വിശ്വസിക്കുന്നവരാരും മരിക്കത്തില്ല. അതാണ് യേശുവിടെ പറഞ്ഞിരിക്കുന്നത്, അല്ലെ? അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മളിൽ യേശു വിശ്വസിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ യേശു നോന്ന് പറയുന്നിടത്തോളം കാലം പറയുന്നില്ല എങ്കിൽ അതിന് ഉയർത്തെഴുന്നേൽപ്പുണ്ട് എന്നാണ്. അതാണ് എനിക്ക് പറയാൻ വന്നത്, അല്ലെ? അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ദൈവം കാണിച്ചു തന്നത്, നമ്മൾക്ക് ഇന്ന് നമ്മളൊരു ന്യൂ ക്രിയേഷൻ. അപ്പൊ നമ്മൾ വഴി നമ്മുടെ ദൈവത്തിന് ചെയ്തെടുക്കാനുള്ള കാര്യത്തെ നമ്മൾ എന്താക്കി മാറ്റിയിരിക്കുന്നു, അല്ലെ? അപ്പൊ ഈ സമയത്ത് യേശുക്രിസ്തു ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് പീറ്ററിനും ജെയിംസിനും ഒന്നും ചെയ്യാനുള്ള കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ യേശുവിന്റെ മരണത്തിന് ശേഷം, അല്ലെ, അതിനുശേഷം അവർക്ക് ഹോളി സ്പിരിറ്റിനെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം അവർക്ക് എത്രമാത്രം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു, അല്ലെ?
കാരണം അവരെ സീൽ ചെയ്തു ഹോളി സ്പിരിറ്റ് ഗോഡ് കൊണ്ട്. അതിന് മുമ്പ് അവരെ സീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ആ ഹോളി സ്പിരിറ്റ് ഗോഡിനെ കിട്ടാൻ വേണ്ടി നമ്മളെ എലിജിബിൾ ആക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ യേശുവുള്ള വിശ്വാസം എന്ന് വെച്ചാല് മരിച്ച് എഴുന്നേറ്റ കഴിഞ്ഞപ്പോൾ നമുക്ക് യേശുവുള്ള വിശ്വാസമല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, ദൈവം ഇങ്ങനെ പറഞ്ഞേക്കുന്നത്, നമ്മള് ഹൃദയം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം, നമ്മൾ വാഗൊണ്ട് ഏറ്റു പറയണം യേശു ക്രിസ്തുവാണ് ലോർഡ്ന്ന് നമ്മൾ വാഗൊണ്ട് ഏറ്റു പറയും, ഹൃദയത്തിൽ കൊണ്ട് വിശ്വസിക്കുവാണ് എന്താ യേശു മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു അല്ലെ, പിതാവ് ഉയർത്തെഴുന്നേപ്പിച്ചു എന്ന് വിശ്വസിക്കുന്ന സമയത്ത് നമ്മൾ പുതിയ ക്രിയേഷൻ ആവും അല്ലെ. അപ്പൊ നേരത്തെ പീറ്ററിനും ജെയിംസും ജോണിനൊന്നും സാധിക്കാതിരുന്ന കാര്യം വെച്ചാൽ അന്ന് യേശു മരിച്ചിട്ടില്ല, അവർ വിശ്വസിക്കുന്നില്ല യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റെന്നുള്ള കാര്യം മനസ്സിലാവുന്നില്ല. യേശുവിന് മരണത്തിന് ശേഷമാണല്ലോ അവർക്ക് കാര്യങ്ങളൊക്കെ പയ്യെ പിടികിട്ടി വന്നു അല്ലെ. അപ്പോൾ അതിനു മുമ്പ് യേശു പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റിയൊക്കെ, മരണത്തെ ഉയർത്തെഴുന്നേൽപ്പിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമാണ് അവർക്ക് കാര്യം മനസ്സിലായത്. അപ്പോൾ യേശു അവരിലേക്ക് എന്താ പറയാ ഹോളി സ്പിരിറ്റിനെ ഊതി. ജോൺ 20ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ വായിക്കുന്ന കാര്യം. അപ്പൊ ഒരു ന്യൂ ക്രിയേഷനായി. അപ്പൊ തൊട്ട് ന്യൂ ക്രിയേഷൻ ഒക്കെ കഴിഞ്ഞപ്പോൾ ഓൾഡ് പോയി ന്യൂ വന്നു. അപ്പൊ അതിനുശേഷം ഹോളി സ്പിരിറ്റ് ഗോഡ് വന്ന് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ചെയ്ത കാര്യങ്ങൾ തന്നെ അവർ ചെയ്യുന്നത്, അതിനേക്കാളും ഗ്രേറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നത്. അപ്പൊ അതിനെപ്പറ്റി ദൈവം നമ്മളോട് കാണിച്ചു തരുന്ന ഈ പാസേജ് വഴി ദൈവം നമ്മളെ കാണിച്ചു തരുന്ന കാര്യം ഇതാണ്. ഓൾഡ് ടെസ്റ്റ്മെന്റിൽ നിന്നുകൊണ്ട് തന്നെ നമ്മുടെ ദൈവം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത് ഞാൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി, താൻ ഇനി ചെയ്യാൻ പോകുന്ന കാര്യത്തെപ്പറ്റി അല്ലെ. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്താം. കർത്താവ് സമയത്ത് നന്ദി പറയുന്നു. യേശുവെ നന്ദി പിതാവ്. കർത്താവ് അങ്ങയുടെ സ്നേഹം പോലത്തെ സ്നേഹമില്ല കർത്താവ്. ഞങ്ങൾ ന്യൂ ക്രിയേഷൻ ആക്കി തീർത്താൻ നന്ദി പറഞ്ഞു കർത്താവ്. ഞങ്ങളുടെ കൂടെ എന്നുള്ളതിനോട് നന്ദി പറഞ്ഞു. യേശുവെ മൈറ്റിക്ക് പ്രേസ് ആൻഡ് വർഷിപ്പ് താങ്ക് യു സോ മച്ച്. എല്ലാ പ്രേസും എല്ലാ ഗ്ലോറിയും അങ്ങേക്ക് തന്നെ വരട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. കർത്താവിനെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, സകലവിധത്തിൽ നന്മ അവർക്കുണ്ടാകട്ടെ. യേശുവിൻ നാമത്തിൽ ആമേൻ. ഇത് കേട്ട നന്ദി. ദൈവത്തിനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ.